Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ KM മുസ്തഫ ട്രസ്റ്റിന്റെയും കൽപ്പാലം പത്തപ്പിയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സുമനസുകളുടെ സഹായത്താൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. ഉമ്മൻചാണ്ടി സ്മാരക സ്നേഹ വീടിന്റെ താക്കോൽദാനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർവഹിച്ചു. രാവിലെ വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഏതൊരു ജീവജാലത്തിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് സ്വന്തമായൊരു വീട്. അതിന് പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, ഏത് ജീവജാലമായാലും അടിസ്ഥാനപരമായ ആവശ്യമാണ്. അതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണീയമായി തോന്നിയത് നമ്മുടെ എല്ലാവരുടെയും ബഹുമാന്യനായ നേതാവ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലാണ് ഈ വീട് നിർമ്മിച്ചു നൽകുന്നത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ആവശ്യക്കാരനൊരു വീട് നിർമ്മിച്ചു നൽകുമ്പോൾ ആരുടെയെങ്കിലും പേരിലാണ് അത് കൊടുക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ പേര് ഉമ്മൻചാണ്ടി സാറിൻ്റെതാണ്. കാരണം ഞാനതിൻ്റെ ഒരു രാഷ്ട്രീയമല്ല പറയുന്നത്. ഇത്രയേറെ സാധാരണ മനുഷ്യന്മാരെ, അവശത അനുഭവിക്കുന്ന മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരാൾ വേറെ. ഇപ്പൊ നമ്മൾ ലൈഫിനെ പറ്റിയും PMIY പറ്റിയൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള പദ്ധതികളാകുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് വിവിധ വകുപ്പുകളെ കൊണ്ട് ഫണ്ട് ഒപ്പിച്ചിട്ട് ഏതാണ്ട് 4,64,000 വീടുകളാണ് 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ കൊടുത്തത്. അതോടൊപ്പം തന്നെ ഇപ്പോ MLA ഒക്കെ ആയിരിക്കുമ്പോഴും നേരിടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരുപാട് ആളുകൾ വീടിന്റെ പ്രയാസമൊക്കെ പറഞ്ഞിട്ട് വരും. ആ വീടിന്റെ പ്രയാസം പറഞ്ഞു വരുമ്പോൾ ഈ ലൈഫിലോ PMIYയിലോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് വസ്തു ഇല്ലാത്തതിന്റെ പ്രശ്നമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു വലിയ ജനവിഭാഗത്തിന് സ്വന്തമായിട്ട് വസ്തു ഇല്ലാത്ത സാഹചര്യം കണക്കിലാക്കിക്കൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതിയായിരുന്നു ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി. ആ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി ഏതാണ്ട് ഒരു 90% കവർ ചെയ്തതുകൊണ്ടാണ് പിന്നീട് വന്ന ലൈഫിനും PMIYക്കുമൊക്കെ ഗുണഭോക്താക്കളായ ആളുകളെ കിട്ടാൻ കഴിഞ്ഞത്. കാരണം ഒരു ഫണ്ടും അല്ലെങ്കിൽ ഇപ്പോ സന്നദ്ധ സംഘടനകളൊക്കെ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരും വസ്തു വാങ്ങല് നടക്കില്ല, വലിയ പ്രയാസം. ഇപ്പോ അടുത്ത ആഴ്ചയോട് കൂടിയിട്ട്, ഞാൻ ഇതുവരെ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു, അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് പാലക്കാട് MLA എന്ന നിലയിലുള്ള ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ 20 വീടുകൾ നിർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അതിന് നമുക്ക് നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്വന്തമായി വസ്തു വേണം. കാരണം ഇപ്പോ പാലക്കാട് ടൗണിലൊക്കെ ഒരു സെന്റ് വസ്തുവിന് 10 ലക്ഷം 12 ലക്ഷം ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ നിയോജകമണ്ഡലം കൂടുതലും മുനിസിപ്പൽ പ്രദേശമാണ്. 52 വാർഡും മുനിസിപ്പാലിറ്റിയിലാണ്. ചെറിയ പ്രദേശം മാത്രമേ പഞ്ചായത്തുകളിലേക്ക് 3 പഞ്ചായത്തുകളിലേക്ക് ഇട്ട് പോകുള്ളൂ. അപ്പൊ അവിടെ വസ്തു വാങ്ങാൻ നിൽക്കാന്ന് പറഞ്ഞ വലിയ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി. ഒരു അദ്ദേഹത്തിന്റെ ഒരു ഭരണ തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ 1 സെന്റ് 3 സെന്റ് വസ്തു ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ സർക്കാർ ഒരു തുടർച്ച ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് കുറച്ച് ആളുകൾക്കെങ്കിലും ഇപ്പോഴും ഭൂമി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫ ഖാന്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റ് അദ്ദേഹത്തിന്റെ കൂടി സ്മരണാർത്ഥമായി ഇങ്ങനെ ഒരു സത്കർമ്മത്തിന്റെ ഭാഗമാകുവാൻ ശ്രമിക്കുകയും ചെയ്തതിനകത്ത് ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന നിലയിലുള്ള വലിയ അഭിമാനബോധം ഈ അവസരത്തിൽ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുടുംബത്തെ ഇതുപോലെ ചേർത്ത് പിടിക്കുവാൻ കഴിഞ്ഞ ഈ ട്രസ്റ്റിന് ഇനിയുള്ള കാലത്ത് ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുവാൻ കഴിയട്ടെ എന്ന്
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഹൈദർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ഇ എ കരീം പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിൽ റിയാസ് മുക്കോളി, മുഹമ്മദ് സിമിൽ, ചെമ്മല മെഹബൂബ്, ഇർഷാദ് ആരത്തൊടിക, കെ സുധി, സബീർ മാടശ്ശേരി, നസീം പുളിക്കൽ, കെ കമ്മു, വി പി റഷീദ്, കെ പി കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏതായാലും നമുക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യം, നമുക്കൊക്കെ ഏറ്റവും ആവേശമുള്ള, നമുക്ക് ഏറ്റവും നമ്മുടെയൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലാണ് വീട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനം. മനുഷ്യന്മാരെ എത്രമാത്രം സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ചൊരു മനുഷ്യണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറിനുള്ള നല്ല ഒരു ഓർമ്മയാണ് ഈ വീട്. പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, അതുപോലെ നമ്മുടെ മുസ്തഫ ഖാനെ നമ്മൾ സ്മരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. 2012 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. ഞാൻ KSUവിന്റെ ജില്ലാ പ്രസിഡന്റായ സമയത്ത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ കോഴിക്കോട് വെച്ചൊരു സമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങൾക്കാർക്ക് മറക്കാൻ പറ്റാത്ത സംഭാവന, ഒരു പഞ്ചായത്തിൽ നിന്ന് 7 ബസ് നിറയെ വിദ്യാർത്ഥികളുമായി ആ സമ്മേളനം വിജയിപ്പിച്ച ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പേരുള്ള ട്രസ്റ്റും ഒക്കെ ചേർന്നാണ് ഈ വീട് സാധ്യമാക്കിയത്. ഈ നല്ല പ്രവൃത്തിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നിർത്തട്ടെ. ജയ്. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ.